ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധയായ മാതാവിൻ്റെ ജീവിതത്തിലെ സവിശേഷതകളെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. സാധാരണ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തയായി വിശുദ്ധയായി മാതാവ് മാറുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പനേരം നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, തിരഞ്ഞെടുക്കപ്പെട്ടവൾ. ഒന്നാമത്തെ പ്രത്യേകതയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു മാതാവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മറിയാമിനെ നാം കാണുന്നുണ്ട്. സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി കാൽവരിക്കുതൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മാതാവ്. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുന്നതായി കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതു മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്നുള്ള ചോദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മാതാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായിരുന്നു വിനയം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് വിനയത്തോടെ പറയുന്ന മാതാവിനെ നാം കാണുന്നുണ്ട്. ശൂനോയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിനെ പോലെ വിനയമുള്ളവരായി തീരുവാൻ നമുക്കും കഴിയണം. എങ്കിൽ മാത്രമേ ദൈവിക മഹത്വം ദർശിക്കുവാൻ നമുക്കും സാധ്യമാവുകയുള്ളൂ. മാതാവിൻ്റെ മറ്റൊരു സവിശേഷതയായി നാം കാണുന്നത് പ്രാർത്ഥനാശീലമാണ്. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായുള്ള ജീവിതം നയിച്ചതുകൊണ്ടാണ് മറിയാം ദൈവമാതാവായി ഉയർത്തപ്പെട്ടത്. ദൈവികമായ കൃപ ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനാശീലം അത്യന്താപേക്ഷിതമാണ്. ദൈവമാതാവിനെ പോലെ പ്രാർത്ഥനയിൽ ജീവിതം നയിച്ച വ്യക്തിത്വത്തിൻ്റെ ഉദാഹരണമാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുവാനും പ്രാർത്ഥന എന്ന മരുന്ന് പരിശുദ്ധനായ തിരുമേനി ഉപയോഗിച്ചതായി ജീവചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ പ്രചോദനവും യൗവനത്തിലെ അഭയസ്ഥാനവും വാർദ്ധക്യത്തിലെ സമാധാനവുമാണെന്ന് തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുവാനും ദൈവവാഹകരായി തീരുവാനും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാകണം. ദൈവമാതാവിൻ്റെ അടുത്ത പ്രത്യേകതയായിരുന്നു ക്ഷമാശീലവും സഹാനുഭൂതിയും. കാനായിലെ കല്യാണ വീട്ടിൽ നാം കാണുന്നത് സഹാനുഭൂതിയോടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരമ്മയെയാണ്. ആവശ്യങ്ങൾ അറിഞ്ഞ് തൻ്റെ മകനോട് പറയുന്ന ഒരമ്മ. ഇതാണ് മാതാവിൻ്റെ മധ്യസ്ഥത. അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ഈ വാങ്ങിപ്പ് പെരുന്നാളിൽ പ്രാർത്ഥനയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് പറയുമ്പോൾ ക്ഷമയോടെ കേട്ടിട്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറയുന്ന ഒരു അമ്മയെ നാം കാണുന്നുണ്ട്. ഇവിടെയാണ് ആവശ്യക്കാർക്ക് മുമ്പിൽ എത്തിച്ചേർന്ന മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി അവരെ സഹായിക്കുവാൻ നമുക്കും കഴിയണം. നമ്മുടെ സഭയിൽ മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ദൈനംദിന പ്രാർത്ഥനയിൽ നാം ചൊല്ലാറുണ്ട്. മാതാവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദൈവിക വിശുദ്ധിയുള്ളവൾ. ഈ സവിശേഷതയാണ് മാതാവ് ദൈവമാതാവായി ഉയർത്തപ്പെടുവാനുള്ള മറ്റൊരു കാരണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കന്യകമറിയാം എലിശബെത്തിന് വന്ദനം ചൊല്ലുമ്പോൾ എലിശബെത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാകുന്നതും അവളുടെ ഗർഭത്തിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളിയെന്നും നാം വായിക്കുന്നുണ്ട്. മാതാവിൻ്റെ ദൈവിക വിശുദ്ധിയാണ് പൈതൽ ആനന്ദത്തിലാകുവാനുള്ള കാരണം. ദൈവിക വിശുദ്ധി പൈതങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത്. വിനയത്തോടും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിലൂടെയും മാതാവിന് ലഭിച്ച ജീവിത വിശുദ്ധി നമുക്കും പ്രാപിക്കുവാൻ കഴിയും. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി ഇതായിരുന്നു മാതാവിൻ്റെ മറ്റൊരു സവിശേഷത. മറ്റു വെല്ലുവിളികളെ നേരിടുമ്പോഴും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമുള്ളവളായിരുന്നു മാതാവ്. ലോകരക്ഷിതാവിനെ സ്വീകരിക്കുവാനുള്ള വാർത്ത കേട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ സ്വയമേ തയ്യാറായ ഒരു വ്യക്തിത്വമായിരുന്നു മാതാവിൻ്റേത്. ദൈവത്തിലുള്ള അടിയുറച്ച ഈ വിശ്വാസമാണ് രക്ഷാകര ദൗത്യത്തിന് ദൈവം മറിയാമിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് നാം വായിക്കുന്നുണ്ട്. റോമർ 8-ാം അധ്യായം 31-ാം വാക്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ആർ പ്രതികൂലം എന്നും യെശയ്യാവ് 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മെ കൂടുതൽ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. ശൂനോയോ നോമ്പിലൂടെയും ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളിലൂടെയും കടന്നു പോകുമ്പോൾ വിശുദ്ധ കന്യകമറിയാമനെ പോലെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി വിനയത്തോടും വിശ്വാസത്തോടും കൂടി ദൈവിക വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്കും സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു.